ആ പ്രിയമുള്ളവരെ, എന്നെ പുത്രതാണ്ടി ഫെസ്റ്റ് എന്നുള്ള ഒരു പ്രത്യേകമായ ചില കാഴ്ചകളാണ്. മെക്കാവോ എന്നല്ല പേര്. മെക്കാവോനെ പുറത്തിറക്കാൻ പോവാണ്. സംസാരിക്കുന്ന മെക്കാവോ ആണെന്നാ പറഞ്ഞത്. സംസാരിക്കില്ല, നമുക്ക് നോക്കാം. സുഹൃത്താണ് ആരിസ്. ഒത്തിരി വർഷങ്ങൾ പഴക്കുണ്ട് അദ്ദേഹം ഇങ്ങനെയുള്ള മേഖലകളിൽ, പെറ്റ്സിലും അതുപോലെ ഫിഷും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ധാരാളം കാലങ്ങൾ പഴക്കമുള്ള പുത്ര. നമ്മളിവിടുത്തെ കടം തരുന്നു സ്റ്റാർ 20 വർഷമായി. 20 വർഷം സ്റ്റാർ പെറ്റ്സ് അല്ലേ? നമ്മുടെ വയലത്തൂര് എന്താ പറയാ, വയലത്തൂർ എന്ന കോട്ടക്കൽ റോട്ടില് അവിടെ. അപ്പൊ എന്തായാലും അദ്ദേഹം ഇങ്ങനെ വ്യത്യസ്തമായ എക്സ്പോളൊക്കെ നടത്തുന്ന ഒരാളാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട പക്ഷികൾക്കും പെറ്റ്സിനും ഒക്കെ എന്ത് ചെയ്താൽ മതി, ആഴ്ചയിൽ ബന്ധപ്പെട്ട പോരെ. ഇനിയിപ്പോ തോളിട്ട് ഇറങ്ങോ? ഇപ്പൊ ഇറക്കാൻ പോകണം. ഇയാളെ അതിനുള്ള ഭക്ഷണം കൊടുത്ത് ഒന്ന് സെറ്റാക്കിയിട്ട് ഈ മെക്കാവോനെ നമ്മള് പുറത്തിറക്കാൻ പോവാണ്. ആ കാഴ്ചകളാണ് മാന്യ പ്രേക്ഷകർക്ക് ഈ വീഡിയോയിലൂടെ കാണാനുള്ളത്. അപ്പൊ പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മെക്കാവോനെ നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. എന്തൊക്കെയാ പറയുന്നുണ്ട്. ഹലോ ഹലോ എന്ന് പറയാൻ ഹലോ 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 അതെ, ഇത് കാണുന്നുണ്ടോ? ഹലോ ഹലോ മെക്കാവോ ഹലോ. ഇന്നലെ കൊത്തിന്റെ പണിയാവൂലേ? അങ്ങനെ കുത്തൂല. മെക്കാവോന് അങ്ങനെ ഇണക്കുന്ന പരിപാടി ഒന്നുമില്ല. ഇണക്കിട്ടൊക്കെ പണി. ഹലോ ഹലോ, ഒരു ഹായ് പറഞ്ഞ, ഹലോ ഹലോ ഹലോ. കാണുന്നുണ്ടോ? ഹലോ, ഇതാണ് മെക്കാവോ. ഈ മെക്കാവോ ആരിസ ഏത് നാട്ടുകാരനാ? ഇത് അമേരിക്കനാണ്. അപ്പൊ അമേരിക്കൻ മെക്കാവോനെ കയ്യിൽ ഏന്തിക്കണ്ട് ഒരാൾ ഇവിടെ ഇങ്ങനെ നടക്കണം. അപ്പൊ ഇങ്ങനെ എപ്പോഴും പുറത്തിറക്കാറില്ലല്ലേ? പരിപാടി പ്രോഗ്രാം. അതായത് ഈ മെക്കാവോനെ ഇവിടെ എല്ലാ സ്റ്റാഫുകൾക്കും പുറത്തിറക്കാൻ സാധിക്കൂല. അതിനെ കൈകാര്യം ചെയ്യാൻ എന്ത് ചെയ്യണം? ആരിസ് തന്നെ വേണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10-20 വർഷത്തോളം ഈ ഒരു മേഖലയിൽ തന്നെ സജീവമായിട്ട് പ്രവർത്തിച്ചത്, അതിൽ നിന്ന് കിട്ടിയ അനുഭവ സമ്പത്തിൽ നിന്ന് കിട്ടിയ അറിവാണ് ഇങ്ങനെ ഇരിക്കുന്ന അമേരിക്കൻ മെക്കാവോയെ പുറത്തിറക്കിയിട്ട് മാന്യ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള താല്പര്യക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ എക്സ്പോ പരിപാടിയൊക്കെ ഇനിയിപ്പോ അതുപോലെ ഒരാൾക്ക് ഇതുപോലത്തെ പക്ഷികളെ, അതുപോലെ വിധയിനം ഒരുപാട് ഫിഷുകളുണ്ടല്ലോ നമ്മളെ. അപ്പൊ ഇതൊക്കെ വേണ്ട ആളുകൾക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും. എല്ലാവർക്കും. അപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകരുടെ കൂട്ടത്തില് ഫിലിമിലൊക്കെ കൊടുക്കലുണ്ട്. അദ്ദേഹത്തിന്റെ തോളിലേക്കാണ് മെക്കാവോ കയറിയിട്ടുള്ളത്. അവര് തമ്മിലുള്ള ഇണക്കെന്ന് ആലോചിച്ചു. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക്, അതായത് ഇങ്ങനെയുള്ള പക്ഷികളെയോ ഫിഷിനൊക്കെ സ്വന്തമായിട്ട് വീട്ടിൽ വളർത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട്. മറന്നു പോകേണ്ട, ആ സ്ക്രീനിൽ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനിയും തീരുന്നില്ല, ഈ റീലുകൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകും. ഓരോരോ സംഭവങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളിലേക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. നമുക്കിത് അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ല. അതായത് എന്താണ് ആരിസിന്റെ പേര്? റോയൽ പൈത്തൽ. വിദേശിയാണ്, അമേരിക്കനാന്നുണ്ട് അല്ലേ? അമേരിക്കൻ പൈത്തലാണ് കേട്ടോ. നമ്മളെ പുത്രതാണി ഫെസ്റ്റിലാണ് ഇപ്പൊ ഉള്ളത്. പുത്രതാണി ഫെസ്റ്റിന്റെ സമാപന ദിവസമാണെന്ന് അല്ലേ? ലാസ്റ്റ് ദിവസം. ഇനി ഇവിടുന്ന് എവിടുന്ന മാസമായി? ഞങ്ങള് കണ്ണൂർ സാൽ ബീച്ച്. അപ്പൊ അടുത്ത പ്രദർശന പരിപാടിയൊക്കെ കണ്ണൂർ സാൽ ബീച്ചിൽ വെച്ചിട്ടാണ് അല്ലേ? അതെ. അപ്പൊ ഇതിനുള്ള ഭക്ഷണം എന്താ? ഭക്ഷണം എലി മൈസ് ചെറിയ സൈസ് മൈസ്. അതെ. കാണുന്നുണ്ടാ? എന്റെ കൊച്ചുമോന്റെ കയ്യിൽ കൊടുത്ത മക്കളായിട്ട് ഇവിടെ കൂടി. അത് കാട്ടിടാ, ഇങ്ങോട്ട് വാ, ക്യാമറ കാണണ്ട. അതെട്ടാ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കാൻ, നമ്മുടെ ആഷിം എന്ത് ചെയ്തിട്ടുണ്ട്? റോയൽ പൈത്തല്ലേ? റോയൽ പൈത്തലിനെ കയ്യിൽ വെച്ചിരിക്കട്ടെ. അവനെ കഴുത്തിന് ചുറ്റിക്കണ്. ഇവനെ ആള് ചില്ലറക്കാരനല്ല, ധൈര്യശാലി എന്നൊക്കെ മനസ്സിലായല്ലോ. കുട്ടികളൊക്കെ ഒന്ന് തൊട്ട് നോക്കാണ്. തൊട്ടട മോനെ. ഇത് ആഷിമിനെ നിങ്ങൾക്ക് അറിയാലോ. ആഷിമിന്റെ കുറെ കുസൃതികൾ എന്തായാലും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ കാണുന്നതാണ്. അപ്പൊ ആഷിമ് പാമ്പന് വെച്ചിട്ട് പേടിയുണ്ട് ആഷിമേ? പേടിയൊന്നുമില്ല. മറ്റവൻ കയ്യിലും വെച്ച് ഇയാള് തോളിലും. ഇഗോന. ഏത് ഇഗോനാണ്? മെക്സിക്കൻ ആണോ? മെക്സിക്കൻ ഇഗോനാണ്.
ഗ്രീൻ ആണ് ഇതിലെ അതെ അതെ മെക്സിക്കൻ ഇഗോന ഗ്രീനെ എന്റെ പ്രിയ സുഹൃത്ത് ആരിസ് എന്ത് ചെയ്തിട്ടുണ്ട് കയ്യിൽ വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും കയ്യിൽ വെക്കാൻ പോകുന്നില്ല. അതിന്റെ നഖം അങ്ങനെ നോക്കിയാൽ നമുക്ക് പേടി വരും അല്ലേ? ഇങ്ങനെ എന്താ പറയാ, ഇതൊക്കെ പിന്നെ നമുക്ക് തയക്കം വരുന്നുണ്ട്. ഇണക്കുള്ളതാണ്. ഇണക്കം മാത്രം പോരാ, ഇണക്കുണ്ടെന്ന് കരുതി ചാടി കയറിയിട്ടൊന്നും കയ്യിൽ വെക്കാൻ പറ്റില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾ പറഞ്ഞിട്ട് ആരും ചാടി കയറി മേത്ത് പുറിയാ നമ്മൾ ഉത്തരവാദിയല്ല. അതായത് ആരിസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മേഖലകളിൽ, അതായത് പക്ഷികളാകട്ടെ അലങ്കാര മത്സ്യങ്ങളാകട്ടെ, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു 20 വർഷത്തിൽ കൂടുതലുള്ള എക്സ്പീരിയൻസ് ഉണ്ട് പാരമ്പര്യമായിട്ട്. അതായത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ വൈലത്തൂരിൽ നിന്നും കോട്ടക്കൽ പോകുന്ന റൂട്ടിൽ സ്റ്റാർ അക്വേറിയം അല്ലെ, ആ അക്വേറിയം ആയിട്ട് ഒരുപാട് കാലം പല ആളുകൾക്കും അറിയാവുന്നതാണ്. അപ്പൊ അത്രയേറെ കാലങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധമുള്ള പരിചയമുള്ള ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനൊക്കെ വ്യക്തമായ പിക്ചറുള്ള ആരിസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് നമ്മൾ ആരും ചാടി കയറി പുറപ്പെടേണ്ട. എന്നാലും മാന്യ പ്രേക്ഷകരിലേക്ക് ഈ ഒരു കൊച്ചു വീഡിയോയിലൂടെ ഇഗോനെ പുറത്തിറക്കി തോളിൽ വെച്ച് നടക്കുന്ന കാഴ്ചകളാണ്. ഇതിനുള്ള ഭക്ഷണം എന്താ? ഇത് പച്ചക്കറി വെജിറ്റേറിയൻ. ഇയാൾ പുള്ളിക്കാരൻ ഓൺലി വെജിറ്റേറിയൻ ആയിട്ടാ. ഇയാൾക്ക് നോണൊന്നും പറ്റൂല അല്ലേ? തൊട്ടുള്ളി മക്കള് തൊട്ടോ കേട്ടാ. ആരാണ് കൂടുതൽ തൊണ്ണ? ആദ്യം തൊട്ടോക്ക ഓക്കെ ആണല്ലേ? അപ്പൊ എന്തായാലും പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള അലങ്കാര മത്സ്യങ്ങളായാലും അലങ്കാര മൃഗങ്ങളായാലും ഇതുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ സ്വന്തമാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യാം, ആരിസിനെ ബന്ധപ്പെട്ട് കിട്ടൂലേ? അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ റെന്റിന് വേണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഇതുപോലെ പിന്നെ എങ്ങനെയുള്ള ഇപ്പൊ പുത്രത്താണി എക്സ്പോ എന്നാണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത്. ഇതുപോലെയുള്ള എക്സ്പോ സംഘടിപ്പിക്കാൻ ഏതെങ്കിലും സംഘടനകൾക്കോ ക്ലബ്ബുകൾക്കോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതിലും ഈ ഒരു ഭാഗം ആരിസ് കൈകാര്യം ചെയ്യും. അപ്പൊ എന്തായാലും ആരിസിനെ ബന്ധപ്പെട്ടുള്ള നമ്പറൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. വിളിക്കാൻ മറക്കണ്ട. അപ്പൊ അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.